ഹലോ ഗെയ്സ്, ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഉണക്ക കൊഞ്ചൊത്തിരി കിട്ടി. അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വാരി വെച്ച് നമുക്കതൊന്ന് വറുത്തെടുക്കാം. കരുവാട്ട് കറി വയ്ക്കാം, ഉണക്കമീൻ കരുവാട്ട് കറി വയ്ക്കാം. അതിനേക്കുള്ള കൊഞ്ച് ഞാൻ കുറച്ചെടുത്ത് നമുക്കതിനെ വറുത്തെടുക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ശകലം വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, സവാള 2-3 എണ്ണം, തക്കാളിക്ക 2, ഇഞ്ചി, ശകല കുമ്പളങ്ങ. അടുപ്പ് കത്തിക്കാം. അതിലോട്ട് ഇരുമ്പിച്ചട്ടി വെച്ച് നമുക്കതിൽ കുറച്ച് ഉണക്കമീൻ ഇട്ട് കരുവാടിട്ട് വറുക്കാം. കൊഞ്ച് ആവശ്യത്തിന്. ചട്ടി ചൂടാവട്ടെ. ചട്ടി നല്ലോണം ചൂടായി. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുക്കാതെയും കറി വയ്ക്കാം. ഞാൻ പിന്നെ വറുത്തെടുക്കും, നമുക്ക് വറുക്കണം. നമുക്ക് എന്തൊരു വേണമെങ്കിലും അതിട്ട് വയ്ക്കാം. ഞാൻ കുമ്പളങ്ങ ഇടുന്നേ ഉള്ളൂ. കത്തിരിക്ക വേണമെങ്കിൽ അതിടാം. നമുക്കിവിടെ അതൊന്നും ഇടുന്ന ഇഷ്ടമല്ല. ഇതിങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൊടിയെല്ലാം പോകും. അതിന് വേണ്ടിയാണ്, എന്നിട്ട് പാറ്റി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അല്ലെങ്കിൽ ആ പൊടികളെല്ലാം അതിൽ തന്നെ കിടക്കും നമ്മളല്ലാതെ വയ്ക്കുമ്പോഴേ. മൂത്തില്ല. മൂത്ത് വരുമ്പോൾ നല്ല ചുമയിരിക്കും. കണ്ട, അതിൻ്റെ ഇടയിലൊക്കെ പൊടി ഉണ്ടാ വരുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്.
അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്ന് നമുക്കിതൊന്ന് പാറ്റി വൃത്തിയാക്കി എടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവട്ടെ. കൊഞ്ച് ഞാനത് പാറ്റി കഴുകി വാരി വെച്ച് ചട്ടി നല്ലോണം ചൂടായി. നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ വീത്താം. എണ്ണ ചൂടായിട്ട് നമുക്കതിൽ കടുകിടാം. എണ്ണ ചൂടായില്ല. വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് കടുകിടാം. കടുക് പൊട്ടട്ടെ. ഒരു ശകലം പുളി എടുത്ത് നമുക്ക് വെള്ളത്തിയിട്ട് വയ്ക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിൽ ഇഞ്ചി ഇടാം. വെളുത്തുള്ളിയും കൂടെ ഇടാം. ശകലം അത് മൂക്കട്ട്. പച്ചമുളക് ഇടാം. കറിവേപ്പില ഇടാം. നമുക്കതിൽ സവാള ഇട്ട് 2 എണ്ണം വാട്ടാം. തക്കാളിക്കയും കൂടെ 2 തക്കാളിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ കുറച്ച് അതും കൂടെ ഇട്ട് പാകത്തിന് ഉപ്പിടാം. കരുവാട്ടിന് ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നമ്മൾ ഉണക്കിയതാണ്. അപ്പം അതുകൊണ്ട് ശകലം ഞാൻ ഉപ്പേ ഇട്ട് ഉണക്കിയോളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൂടെ ഇടയാണ്. ഉപ്പുള്ള കരുവാടാണെങ്കിൽ ഉപ്പിടണ്ട. ശകലം നേരം അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കിടന്നത് വേവട്ടെ. പകുതി വേവായി. അപ്പോൾ ഇനി ബാക്കിയും കൂടെ നമുക്ക് ചേരേണ്ടതൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിടാം. മല്ലിപ്പൊടി ആവശ്യത്തിന്. മുളക് പൊടി 1 സ്പൂൺ മതി. എന്നുവെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ. അതിൻ്റെ കാരമെല്ലാം പോയി നമുക്ക് കഴുകി വാരി വെച്ച കൊഞ്ച് വാരി ഇടാം. ഈ പൊടിയൊക്കെ പോകാൻ വേണ്ടിയാണ് ഞാൻ വറുക്കുന്നത്, വറുത്ത് പാറ്റിയത്. അല്ലെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും പോവില്ല.
അപ്പോൾ ഇനി നമുക്കിതിൽ പുളിവെള്ളം വീഴ്ത്താം. തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് പുളിയുടെ ആവശ്യമുള്ളൂ. കുറച്ച് വെള്ളവും കൂടെ വീഴ്ത്താം. അപ്പം നമ്മളെ കരിവാടെല്ലാം കിടന്ന് വേവട്ടെ. എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ അടച്ചിട്ട് വേവിക്കാം. കുഞ്ചിറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.